ഹായ് ഫ്രണ്ട്സ്, റിനൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ റിനൂസ് കിച്ചണിൽ എത്തിയിരിക്കുന്നത് നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. അത് പറയുന്നതിന് മുമ്പായിട്ട് ആരെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത് വൻപയർ ഉലർത്തുന്നതാണ്. വൻപയർ ഉലർത്താനൊക്കെ എല്ലാവർക്കും അറിയാമല്ലേ, പക്ഷെ ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് വൻപയറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അത്യാവശ്യം 4 പേർക്കൊക്കെ കഴിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം പയറ് നമുക്ക് കുറച്ച് നേരം ഒരു 4-5 മണിക്കൂർ നമുക്ക് വെള്ളത്തിൽ കുതിർത്തി വെക്കാം. അത് പെട്ടെന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുന്നത്. അപ്പൊ കുതിർത്തി വെച്ചതിന് ശേഷം നമുക്കത് നന്നായിട്ട് കഴുകി അരിച്ചെടുത്തിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഗ്യാസിൽ വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് 1 വിസിൽ കേട്ടതിന് ശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് നമുക്കൊരു 2 വിസിലും കൂടി കേൾപ്പിക്കാം. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അതിന്റെ പ്രഷർ പോവാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു 10-20 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ അതിന്റെ പ്രഷർ പോയിട്ടുണ്ടാവും. അതിനുശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കുക്കർ തുറന്ന് നോക്കുമ്പോൾ അതിന്റെ അകത്ത് വെള്ളം ഉണ്ടെങ്കിൽ, പയറിൽ വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് തുറന്ന് വെച്ചിട്ട് മൂടിക തുറന്ന് വെച്ചിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ആ വെള്ളം വറ്റിച്ച് നമുക്ക് എടുക്കാം. അതിനുശേഷം അത് മാറ്റി വയ്ക്കുക. പിന്നീട് നമ്മൾ ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ നമുക്ക് അതിന്റെ അകത്തേക്ക് കുറച്ച് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും സ്ലൈസ് ചെയ്തതോ അതോ ചതച്ചതോ നമുക്ക് വഴറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അത് ഒരുപാട് മൊരിയൊന്നും വേണ്ട. ഒരു ഗോൾഡൻ കളർ ആവുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ വൻപയർ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് യോജിപ്പിക്കാം. അതിന്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി നമുക്ക് നന്നായി കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പൊ നമ്മുടെ വൻപയർ ഉലർത്തിയത് നമുക്ക് റെഡി ആയിട്ടുണ്ട്. സെർവിംഗ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇത് നല്ലൊരു സംഭവമാണ് കേട്ടോ. ഇത് പയർ ഉലർത്തിയത് ഇത് കഞ്ഞിയുടെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കഞ്ഞിയും പയറും അച്ചാറും പപ്പടവും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പൊ ട്രൈ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കാണുന്ന കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാവുന്നതാണ്. ഇതിന്റെ എല്ലാം കറക്റ്റ് അളവുകൾ ഞാൻ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചെക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് റിനൂസ് കിച്ചണിൽ വീണ്ടും കണ്ടുമുട്ടാം.